morning all. Good morning. Good morning, Miss. Good morning, ma'am. Good morning. Good morning. എല്ലാവരും തന്നെ ടെർമിനോളജിയാണ് അല്ലെ, എല്ലാ ടീച്ചേഴ്സും ടെർമിനോളജിയാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. കാരണം അത് മാത്രമാണ് എടുത്ത് തീർക്കാനുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ടെർമിനോളജി തന്നെ തുടങ്ങാം. ഏതാണ്ട് 143 വരെ ഹിത മിസ് എടുത്തു അല്ലെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുത്ത് തുടങ്ങേണ്ടത് 144 തുടങ്ങിയാണ്. അബ്രീവിയേഷൻസ് 144 തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എല്ലാവരും കയ്യിൽ കാണും അല്ലെ. നോക്കാം. ഓക്കെ, നിങ്ങളുടെ മെസ്സേജ് കാണാൻ പറ്റില്ല കുറച്ച്. അപ്പൊ 144 തുടങ്ങി നമുക്ക് എടുത്തു തുടങ്ങാം. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? IO അല്ലേ. IO എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാസിയസ്. ഇൻട്രാസിയസ് എന്താണ്? ഇൻട്രാസിയസ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾക്കുള്ളില് എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് ഞങ്ങൾ നോട്ട് ചെയ്യാൻ പറയാം, അല്ലാതൊക്കെ ജസ്റ്റ് ഞങ്ങൾ കേട്ടു പോവുക. ഈ കേസ് നമുക്ക് എന്താ പറയാ, അതെല്ലാം വൈകാട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞു IO എന്നുള്ളത് ഇൻട്രാസിയസ്. ഇൻട്രാസിയസ് എന്നൊക്കെ പറയുമ്പോൾ അസ്ഥിക്കുള്ളിലെ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ദെൻ IPP. IPPB. IPPB എന്താണ്? ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. അതായത് നമുക്ക് എന്തെങ്കിലും അല്ലെ ശ്വസനമർദ്ദം അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടർ IPPB എന്നുള്ള ഒരു വീട്ടിലാണ് നോട്ട് ചെയ്യുക. എന്താണ് പറയുന്നത്? ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. നെക്സ്റ്റ് നോക്കാം. ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായി പോകുന്നുണ്ടോ? എല്ലാം ഫുള്ളി നമുക്ക് ഇതായി പോകാൻ പറ്റില്ല, എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ പോരെ. ഓക്കെ, എന്താണ് IUD? എന്താണ് പറയുന്നത്? IUD എന്താണ്? ഇൻട്രായൂട്രൈൻ. ദെൻ വേറൊരു വേർഡും കൂടി അതിനെ പറയുന്നുണ്ട്, കോൺട്രസെപ്റ്റീവ് ഡിവൈസ്. അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെ, ഗർഭധാരണം ഒന്നും നടക്കാത്ത വരുന്ന സമയങ്ങളിലൊക്കെയാണ് ഈ ഒരു ഡിവൈസിന്റെ ഉപയോഗം വരുന്നത്. IUD. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. IV അല്ലെ. IVയെ കുറിച്ചിട്ട് എല്ലാവർക്കും തന്നെ നല്ല ധാരണയുണ്ട്. ഇൻട്രാവീനിയസ് നമ്മൾ മിക്കപ്പോഴും അല്ലെ മിക്ക ചാപ്റ്ററിലും പഠിച്ചേക്കുന്നതാണ് അല്ലെ. IVയിലൂടെ ഞരമ്പിലൂടെ ബ്ലഡ് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കടത്തിവിടുന്നു. ഇൻട്രാവീനിയസ്. ഓക്കെ അല്ലേ? ആ പോയിന്റ് നോട്ട് ചെയ്തേരെ. IV എന്ന് പറയുമ്പോൾ ഇൻട്രാവീനിയസ്. ഓക്കെ, ബ്ലഡിലൂടെയൊക്കെ മെഡിസിൻ ഒക്കെ കടത്തിവിടാനായിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കുക, JVD. എന്താണ് JVD? എന്താണ്? ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ. ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും കഴുത്തിന്റെ അല്ലെ, കഴുത്തിന്റെ പ്രധാന ഞരമ്പുകൾക്ക് എന്തെങ്കിലും സംതിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു അബ്രിവിയേഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ. ദെൻ പ്ലസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് കൊണ്ട് പൊട്ടാസ്യം അല്ലെ. പൊട്ടാസ്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ എന്താണ്? KCI പൊട്ടാസ്യം ക്ലോറൈഡ്. ഇതൊക്കെ അറിയാവുന്നതാണ് അല്ലെ. KG എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് പറയാം അല്ലെ. KG എന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത നിങ്ങളത് ക്യാച്ച് ചെയ്തതാണ് അല്ലെ, അറിയാവുന്നതാണ്. കിലോഗ്രാം. ദെൻ എന്താണ്? KUB. KUB എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, നോട്ട് ചെയ്യുക. കിഡ്നീസ്, യൂട്രസ് ആൻഡ് ബ്ലാഡർ. ഓക്കെ, അപ്പൊ എന്താണ്? കിഡ്നി, വൃക്ക, പിന്നെ എന്താണ്? മൂത്രാശയം അല്ലെ, മൂത്രസഞ്ചി, അതുമായി ബന്ധപ്പെട്ടതാണ് KUB എന്നുള്ള അബ്രിവേഷൻ.
KUB നോട്ട് ചെയ്യുക. കിഡ്നീസ്, യൂട്രസ് ആൻഡ് ബ്ലാഡർ. നെക്സ്റ്റ് എന്താണ് KVO. അതും ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. അതായത് കീപ് വെയിൻ ഓപ്പൺ. അതായത് സിര തുറന്നെടുക്കുക എന്നുള്ളതാണ്. അതായത് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും KVO ഓപ്പൺ ആണെങ്കിലും മെഡിസിൻ ഒക്കെ കൊടുക്കാനായിട്ട് അല്ലെ അത് സാധ്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു വേർഡ് അവിടെ പ്രാധാന്യം വരുന്നത്. KVO കീപ് വെയിൻ ഓപ്പൺ, സിരകള് തുറന്നിടുന്ന അവസ്ഥ. നമുക്കറിയാം L റെപ്രസെന്റ് ചെയ്യുന്നത് ലിറ്റർ. നെക്സ്റ്റ് എന്താണ് LAC. ഇതാണ് LAC ആണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത്. ഇതാണ് ലാസറേഷൻ, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കളക്ടോമി. അതായത് എന്താണ് ഇതിൽ പറയുന്നത്, സാധാരണ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അല്ലെ ലാപ്രോസ്കോപ്പിക്, അതിനെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. LAC എന്നുള്ള അബ്രിവേഷനിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ലാസറേഷൻ അല്ലെങ്കിൽ എന്താണ് ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കളക്ടോമി. അതാണ് കളക്ടോമി എന്നുള്ളതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ് IBS എന്ന് പറയുമ്പോൾ പൗണ്ട് ആണ് അവിടെ അബ്രിവേഷൻ ആയിട്ട് വരുന്നത് IBS. നെക്സ്റ്റ് നോക്കാം LE. ഇതാണ് LE. ഇവിടെ എടുത്ത് പറയുന്ന 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. LE റെപ്രസെന്റ് ചെയ്യുന്ന പല പല മീനിങ്ങുകളുണ്ട്. ഫസ്റ്റ്ലി പറയുന്നത് ലോവർ എക്സ്ട്രീമിറ്റി. അതായത് ലോവർ എക്സ്ട്രീമിറ്റി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കൈകാലുകളൊക്കെ അല്ലെ നമ്മളുടെ ചലിക്കാത്ത ഒരവസ്ഥയൊക്കെ ആണെങ്കിൽ അതിന് നീട്ടിക്കൊണ്ടുവരാൻ ലോവർ എക്സ്ട്രീമിറ്റി. ലെഫ്റ്റ് ഐ. എന്താണ് ലെഫ്റ്റ് ഐ എന്ന് പറയുന്നത് വിദഗ്ധമായ കണ്ണ്. നമുക്കറിയാം ഐയുടെ ഒക്കെ ഇതിലെ ലാംഗ്വേജിന് കുറച്ച് വേരിയേഷൻ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആയിരിക്കും. ലെഫ്റ്റ് ഐ എന്ന് പറയുമ്പോൾ വിദഗ്ധമായ കണ്ണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലുംബസ് എറിത്രമെറ്റോസിസ്. ലുംബസ് എറിത്രമെറ്റോസ് എന്ന് പറഞ്ഞാൽ അഗ്രഭാഗം. അപ്പൊ അവര് ഡോക്ടേഴ്സ് ഒക്കെ ജസ്റ്റ് എല്ലി എന്നൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല പല മീനിങ്ങുകൾ ഉണ്ട് അവിടെ. ലോവർ എക്സ്ട്രീമിറ്റി, ലെഫ്റ്റ് ഐ, ലുംബസ് എറിത്രമെറ്റസ്. ലുംബസ് എറിത്രമെറ്റസ് എന്ന് പറയുമ്പോൾ അഗ്രഭാഗം എന്നുള്ള മീനിങ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം LLL അല്ലേ, ട്രിപ്പിൾ ആണ്. ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. അതായത് എന്താണ് ലെഫ്റ്റ് ലോബ് ഓഫ് ദ ലങ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ആ ഒരു ലങ്സിന്റെ പ്രവർത്തനം, അതിന്റെ പ്രവർത്തനത്തിന് കാണിക്കുന്നതാണ്. LLQ ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അതായത് ആ ഒരു ഇതില് അല്ലെ അടിവയറ്റിലെ താഴത്തെ ഒരു അവസ്ഥയെ കുറിച്ച് കാണിക്കുന്നതാണ് LLQ. L or M liters per minute. LMP. LMP ഒന്ന് നോട്ട് ചെയ്തേരെ. അതുവരേക്കും ജസ്റ്റ് നിങ്ങൾ മീനിങ് വായിച്ചു പോയാൽ മതി. അവിടെ KVO നമ്മൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വന്നേക്കുകയാണ്. ഇതില് വന്നേക്കുന്നത് LMP ആണ്. എന്താണ് LMP പറയുന്നത്? ലാസ്റ്റ് മെൻസ്ട്രൽ പീരിയഡ്. അത് ഡോക്ടേഴ്സ് എപ്പോഴും അല്ലെ യൂസ് ചെയ്യുന്നതാണ്. അത് ആ പീരീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് LMP അവിടെ പ്രിവേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് LOC. ഇതാണ് LOC. എന്താണ് അവിടെ പറയുന്നത്? ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. നമുക്കറിയാം അല്ലെ, ഒരു ബോധാവസ്ഥയിലുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങുന്നവർക്ക് അവര് ചിലപ്പോ LOC രേഖപ്പെടുത്തും. LOC രേഖപ്പെടുത്താന്ന് പറയുമ്പോൾ ബോധാവസ്ഥയിലാകുന്നതിൽ നിന്ന് ബോധാവസ്ഥയിൽ എത്രത്തോളക്ക് മാറി അല്ലെ, അതൊക്കെ ഒരു അബ്രിവേഷൻ വെച്ചിട്ടാണ് അവർ നോട്ട് ചെയ്യുക. LOC അതും ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്. അതും ഒന്ന് മാർക്ക് ചെയ്യുക. LMPയും LOC. LOC എന്ന് പറയുന്നത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, വീണ്ടും LPM. എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ്. LPM എന്ന് പറയുന്നത് ലിറ്റേഴ്സ് പെർ മിനിറ്റ്. എന്താണ് LPN? എന്താണ് LPN? എന്താണ്? ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ്. അതായത് നമുക്കറിയാം നഴ്സുമാരുടെ ഒരു ലൈസൻസ് അല്ലെ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള നഴ്സുമാരുടെ ഒരു ലൈസൻസ് കാര്യങ്ങളാണ് LPN നോട്ട് ചെയ്യുന്നത്. എന്താണ് LR? LR എന്ന് പറയുന്നത് ലാക്റ്റേഡ് റിഗേഴ്സ്. എന്താണ് ലാക്റ്റേഡ് റിഗേഴ്സ്? അതായത്
അല്ലെ നിർജ്ജലീകരണത്തിനെ സൂചിപ്പിക്കുന്നതാണ് LR, ലാക്ചേർഡ് റിവേഴ്സ്. അപ്പൊ നിർജ്ജലീകരണമുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു അബ്രിവേഷൻ പോയിന്റ് കൊടുത്തിട്ടാണ് ഡോക്ടേഴ്സ് ബാക്കിയെല്ലാം കുറിക്കുക. അപ്പൊ അവർക്ക് അല്ലെ പ്രിസ്ക്രൈബ് ചെയ്ത് ഒരു ചെറിയ ചെറിയ അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നതാണ്. കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു പോകുക. ഓക്കെ, അത്രയാണ് ഫസ്റ്റ് പേജിൽ നമ്മളൊന്ന് നോക്കിയത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് അല്ലെ എന്ന് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഡ്രസ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞതൊക്കെ എന്തെങ്കിലും കേട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കും. അതെ അതെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അല്ലെ അത് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ്. ഇൻ കേസ് ചിലപ്പോ അല്ലെ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ കുട്ടികൾ പാരന്റ്സിനാണെങ്കിലും എന്താണ് അവർക്ക് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് അതും എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ ലാക്ചേർഡ് റിവേഴ്സ് എന്നുള്ള മീനിങ്ങിലാണ് ഡോക്ടേഴ്സ് കുറിക്കുക. ഫീഡിങ്ങിന് മുലപ്പാല് കിട്ടാത്ത വരുന്ന സാഹചര്യങ്ങളിലല്ല അവർക്ക് അതിന്റെ ആ ഒരു അല്ലെ ഇത് വരുന്നില്ല. ഇതില് പ്രധാനമായിട്ടുള്ളത് പറയുന്നത് IV ആണ്. നമുക്കറിയാവുന്നത് ഇൻട്രാവീനിയസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് KUP, അത് എന്താണ് കിഡ്നി, യൂട്രസ് ആൻഡ് ബ്ലാഡർ, ഇതുമായി ബന്ധപ്പെട്ടതാണ്. KVO, കീപ്പ് വെയിൽ ഓപ്പൺ, അതായത് ഓപ്പൺ ആയിട്ട് സിരകൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടെന്നുള്ളത്. എന്താണ് നെക്സ്റ്റ് പറയുന്നത് ഇതിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാൽ ഇവിടെ നോട്ടബിൾ ആക്കി വെച്ചിട്ടുണ്ട് ലിറ്റർ എന്നുള്ളത്. ഇടയ്ക്കെങ്കിലും ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ലിറ്റർ നമുക്കറിയാം ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് LMP കാണാറുണ്ട്, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്, അത് ആ പീരീഡുമായി ബന്ധപ്പെട്ട്. നമ്പർ മാത്രം പറയാവുന്നതാണ്. ഓക്കെ, എങ്കിൽ നമ്പർ നോട്ട് ചെയ്തോളൂ. നമ്പർ 147, then next 152, then 153, 154, then 161, then 162, then 164, LPN. I consider practical nurses. Okay, ഇത്രയാണ് ജസ്റ്റ് നോട്ട് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്ത പേജിലേക്ക് പോകാലോ. അല്ലേ 155 LAC. ഓ, അത് പറഞ്ഞില്ലായിരുന്നു അല്ലേ, അത് ഓർത്തോളൂ. ലാസിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, 157 പറഞ്ഞല്ലോ. 155 LAC, ലാസിനേഷൻ, ലാപ്രോസ്കോപ്പ്, അസിസ്റ്റഡ് കളക്ടോമി, അതായത് നമ്മൾക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴാണ് ഈ ഒരു അബ്രിവേഷൻ വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, നമ്മൾ പഠിച്ചു പോയേക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അതൊന്നും ജസ്റ്റ് നോട്ട് ചെയ്ത് പൊക്കോളൂ. AAC അല്ലെ, ചിലപ്പോൾ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കളക്ടോമി ഒക്കെ ആയിട്ട് നമുക്ക് സാധാരണയ്ക്ക് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഓക്കെ അല്ലെ, അടുത്ത പേജിലേക്ക് പോകാം. ലൈസർജിക് ആസിഡ് അല്ലെ, ലൈസർജിക് ആസിഡ് LSD എന്ന് പറയുന്നത് ലൈസർജിക് ആസിഡ്. എന്താണ് അതിൽ പറയുന്നത് ഡൈത്തലാമൈഡ്, ലൈസർജിക് ആസിഡ് ഡൈത്തലാമൈഡ് എന്ന് പറയുന്നത് അതൊരു മെഡിസിൻ ആണ്. അതായത് നമുക്ക് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ സുപ്രധാനം എന്താ പറയുക, ഒരു ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത തരത്തിൽ എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് LSD. ആ ഒരു അബ്രിവേഷനിലാണ് അത് യൂസ് ചെയ്യുന്നത്. എന്താണ് ലൈസർജിക് ആസിഡ്. 147 152 പറയാൻ പറയുന്നുണ്ട്. 47 അതൊക്കെ ഞാൻ നോട്ട് ചെയ്തല്ലോ, പറഞ്ഞതാണ്. 147 152 നമ്പർ ഒന്നുകൂടി ആരെങ്കിലും ചോദിച്ചിട്ട് പറയുന്നത്. ഓക്കെ,
എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ലൈസർജിക് ആസിഡ്, എന്താണ് ഡൈത്തലാമൈഡ്. അതൊരു മെഡിസിൻ ആണ്. അതിങ്ങനെ അല്ലെ എന്തെങ്കിലും സഡേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള മെഡിസിൻ ആണ്. 167 പറയുന്നത് LUL. എന്താണ് LUL എന്ന് പറയുന്നത്? ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. അതായത് ശ്വാസനേന്ദ്രിയമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് വരുന്നത്. LUQ അത് ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലും ഇത് യൂസ് ചെയ്യാം. LVN എന്താണ്? LVN പറയുന്നത് ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ്. അപ്പൊ അതായത് ലൈസൻസ് ഉള്ള വൊക്കേഷണൽ നഴ്സ് എന്നുള്ള മീൻ ചെയ്യാനാണ് LVN പറയുന്നത്. M എന്ന് പറയുന്നത് നമുക്കറിയാം മീറ്റർ. MAE എന്ന് പറയുന്നത് മൂവ് ഓൾ എക്സ്ട്രീമിറ്റീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കൈകാലുകളിലൊക്കെ ഒന്ന് ചലിപ്പിക്കുന്നതിനുള്ള ഒരു ഷോർട്ട് ഫോം ആണ് MAE എന്ന് പറയുന്നത്. മൂവ്സ് ഓൾ എക്സ്ട്രീമിറ്റീസ്. നെക്സ്റ്റ് നോക്കാം MAEW മൂവ്സ് ഓൾ എക്സ്ട്രീമിറ്റീസ്. അതിനും അങ്ങനെ പറയുമ്പോഴും എന്താണ് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. MAEW. നെക്സ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാനുള്ളതാണ് MAP. അതായത് മെയിൻ ആർട്ടറിയൽ പ്രഷർ. നമുക്ക് എല്ലായ്പ്പോഴും അല്ലെ എയർ പ്രഷർ ആണ്. അതായത് ധമനികളിലെ ആ ഒരു മർദ്ദം അതിനെ സൂചിപ്പിക്കുന്നതാണ്. മഹാധമനിയും അങ്ങനെ കുറെ ധമനികളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ പ്രഷർ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വരുമ്പോൾ MAP എന്നുള്ള ഷോർട്ട് ഫോമിലാണ് കൊടുക്കുക, മെയിൻ ആർട്ടറിയൽ പ്രഷർ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം ആർട്ടറിയൽ പ്രഷർ കഴിഞ്ഞ് കഴിഞ്ഞാല് MCG. എന്താണ് MCG? അപ്പൊ MAP നോട്ട് ചെയ്യുന്ന മാതിരി തന്നെ MCGയും ഒന്ന് നോട്ട് ചെയ്തേര്. അതില് പറയുന്നത് മൈക്രോഗ്രാം ആണ്. അതായത് മൈക്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ലേബലാണ്, ഒരു ചിഹ്നമാണ് അല്ലെ. എന്തെങ്കിലും മില്ലൻ എന്നുള്ള ഒരു രീതിയിലുള്ള ചിഹ്നം നമ്മള് MG എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ ഒരു അവിടെ യൂസ് ചെയ്യുന്ന ഒരു ചിഹ്നമാണ് മെഡിസിനുമായി ബന്ധപ്പെട്ട രീതിയിൽ MCG മൈക്രോഗ്രാം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം MCL. MCL എന്ന് പറയുന്നത് മിഡ് ക്ലാവിക്കുലർ അല്ലെ, മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ബ്ലഡ്. അതായത് നമുക്കറിയാം എന്തെങ്കിലും അല്ലെ പരിഷ്കരിച്ച ഒരു ചെസ്റ്റിന്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ബ്ലഡ് അല്ലെ എന്തെങ്കിലുമൊക്കെ ഘടിപ്പിക്കാം അല്ലെ. അപ്പൊ ആ പരിഷ്കരിച്ച ചെസ്റ്റ് ബ്ലഡ് ആണ് അവിടെ യൂസ് ചെയ്യാൻ മീൻ ചെയ്യുന്നത്. മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ബ്ലഡ്. നെക്സ്റ്റ് നോക്കാം MEQ. MEQ അവിടെയും എന്താണ്? മില്ലിക്യുലന്റ്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മില്ലിക്യുലന്റ് ആണ്. അതായത് മില്ലിക്യുലന്റ് എന്ന് പറയുന്നതും എന്താണ്? ഒരു നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെയാണ് മില്ലിക്യുലന്റ്. നമ്മൾ ആ ഒരു എന്താ പറയുക ഗ്രാം മീറ്റർ എന്നൊക്കെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞ മാതിരി തന്നെയുള്ള ഒരു ലേബലിംഗ് ആണ് മില്ലിക്യുലന്റ്. നെക്സ്റ്റ് നോക്കാം MG. അത് മില്ലിഗ്രാം അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മില്ലിഗ്രാം. അതേമാതിരി തന്നെ MI. MI എന്ന് പറയുന്നത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ലെ. അത് നമുക്ക് അറിയാം, മയോകാർഡിയൽ ഇൻഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അബ്രിവേഷൻ ആണ് MI എന്ന് പറയുന്നത്. MICU അത് നമുക്ക് പരിചിതമായ ഒരു കാര്യമാണ് അല്ലെ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്തേരെ. MICU ഇതാണ് MICU എന്ന് പറയുന്നത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ. MICU എന്ന് പറയുന്നത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഓർ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. MIN അത് മിനിറ്റ്. ML എന്ന് പറയുന്നത് മില്ലി ലിറ്റർ. MM എന്ന് പറയുന്നത് മില്ലിമീറ്റർ. MMHG. MMHG എന്ന് പറയുമ്പോൾ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. MMHG എന്ന് പറയുന്നത് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. നെക്സ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാനുള്ളതാണ്, നമുക്ക് അറിയാവുന്നതുമാണ് MRI അല്ലെ. MRI സ്കാനിന്റെ കാര്യമായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് അല്ലെ. MRI സ്കാൻ നടത്തുമ്പോൾ അതിന്റെ ആ ഒരു അബ്രിവേഷൻ ആണ് MRI എന്നുള്ളത്, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. അതൊന്ന് നോട്ട് ചെയ്തേരെ. നെക്സ്റ്റ് MS മോർഫിൻ സൾഫേറ്റ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. അതാണ് അതില് സ്ക്ലീറോസിസ് അല്ലെ. മോർഫിൻ സൾഫേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണ് അതിനോട് മെയിൻ ചെയ്യുന്നത്. MS ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് MS04 അല്ലെ. MS
MsO4 എന്ന് പറയുന്നത് മോർഫിക് സൾഫേറ്റിന്റെ തന്നെ എന്തെങ്കിലും വകഭേദമായിരിക്കും അല്ലെ, ഇച്ചിരി കൂടി വീര്യം കൂടിയതോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാണിക്കുന്നതാണ് MsO4 എന്നുള്ളത്. Then MVA അതൊന്ന് നോട്ട് ചെയ്യാനുള്ളതാണ്. MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. നമുക്കൊരു എത്തിക്കൽ ലീഗൽ ചാപ്റ്റർ ഒക്കെ പഠിക്കാനുണ്ട്, നമുക്ക് നെക്സ്റ്റ് ടൈമിലായിരിക്കും. അപ്പൊ അവിടെ ഇതാണ് ഈ തരത്തിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റിനെ കുറിച്ചൊക്കെ പഠിക്കും. ഓക്കെ, മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റിന് അബ്രിവേഷൻ പേരാണ് MVA. അതേമാതിരി തന്നെയാണ് MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ് അല്ലെ, ഇതേമാതിരി തന്നെ എന്തെങ്കിലും ക്രാഷ് സംഭവിക്കുമ്പോഴും MVC എന്ന് നോട്ട് ചെയ്തിട്ടാണ് പേഷ്യന്റിനൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ഓക്കെ, അപ്പൊ അത് രണ്ടും നോട്ട് ചെയ്യാം. MVA or MVC. MVA, MVC. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി എവിടെയെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. നമ്പർ വീണ്ടും നോട്ട് ചെയ്യേണ്ടതുണ്ടോ? 173 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 173, then 174, then 175, 173, 174, 175, then 179, 179, then 184, 187 and 188. ാണോ? അപ്പോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. 173 എന്ന് പറയുന്നത് MAP, then 174 എന്ന് പറയുന്നത് MCG, then 179 MICU, then 184 MRI, then 187 MVA, then 188 MVC. Then next നോക്കാനുള്ളത് അടുത്ത പേജിലേക്ക് പോവാം. Okay, 189 എന്ന് പറയുന്നത് MVP എന്ന് പറയുന്നത് മിട്രൽ വാൽവ് പ്രൊലാപ്സ്. അതായത് ഒരു തരം ഹൃദ്രോഗമാണ്. എന്തെങ്കിലും കട്ടി കൂടിയ ഭാഗം അല്ലെ, വാൽവിന്റെ ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കട്ടി കൂടിയതാവുമ്പോൾ അത് നോട്ട് ചെയ്യുന്നത് MVP എന്നുള്ള റെപ്രസെന്റിലാണ്. ഇതാണ് മിട്രൽ വാൽവ് പ്രൊലാപ്സ്. നെക്സ്റ്റ് N എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർമൽ അല്ലെ, നോർമൽ ആയിട്ടുള്ള സാധാരണയായിട്ടുള്ള എന്നുള്ള മീനിങ് ആണ്. Then Na ഒക്കെ അറിയാവുന്നതാണ് അല്ലെ, ചെറിയ ക്ലാസ്സിലെ സോഡിയം. Na എന്ന് പറയുമ്പോൾ സോഡിയം. Then ക്യാപിറ്റൽ ലെറ്റർ നോക്കുമ്പോൾ NA അല്ലെങ്കിൽ NOA എന്ന് പറയുന്നത് നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, അത് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള മീനിങ്ങിലാണ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ചിലപ്പോഴൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എത്തിക്കലൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ കാണാം NA അല്ലെങ്കിൽ NOA എന്നുള്ളതൊക്കെ കാണിക്കും. കാരണം നോട്ട് ആപ്ലിക്കബിൾ അല്ലെ, അത് അതിലേക്ക് പെടുന്നതല്ല എന്നുള്ള മീനിങ്ങില്. then NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്. ചില അല്ലെ നമ്മള് സ്പിരിറ്റ് വേസ്റ്റിലൊക്കെ ചില ആസിഡിലൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രണ്ട് പോയിന്റും നോട്ടബിളാണ്, നോട്ട് ചെയ്യേണ്ടതാണ്. Na or Na, then NaCl. നെക്സ്റ്റ് നോക്കാം NAD. NAD എന്ന് പറയുന്നത് എന്താണ്? NAD നോ അപ്പാരന്റ് ഡിസ്ട്രസ്, നോ അപ്രീസിയബിൾ ഡിസീസസ്. അതായത് നമുക്ക് അല്ലെ ഒരിക്കലും പ്രകടമായ വിഷയമില്ല അല്ലെ, അല്ലെങ്കിൽ ശ്രദ്ധേയമായ രോഗം കാണുന്നില്ല എന്ന് നോട്ട് ചെയ്യുന്നതാണ് NAD. ഡോക്ടർ ഇദ്ദേഹത്തില് രോഗം കാണുന്നില്ല, പ്രകടമായ ഒരു രോഗലക്ഷണം കാണുന്നില്ല. NAD എന്നുള്ള ഒരു അബ്രിവേഷനിലാണ് അത് കൊടുക്കുന്നത്. നോ അപ്പാരന്റ് ഡിസ്ട്രസ്, നോ അപ്രീസിയബിൾ ഡിസീസസ്. നെക്സ്റ്റ് നോക്കാം NaHCO3 എന്ന് പറയുമ്പോൾ സോഡിയം ബയോകാർബണേറ്റ്. NC നാച്ചുറൽ കാനുല, അതും ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. നാച്ചുറൽ കാനുല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മള്
ഭക്ഷണവും കാര്യങ്ങളൊക്കെ അല്ലെ, അത് അല്ലെ മെഡിസിനും കാര്യങ്ങളൊക്കെ അതിന്റെ കാനുവിലേക്ക് കൂടിയാണ് കൊടുക്കുന്നതെങ്കിൽ NC എന്നുള്ള ആ ഒരു അബ്രിവേഷനിലാണ് നോട്ട് ചെയ്യുക, നാഷണൽ കാനുല. പിന്നെ അതേമാതിരി തന്നെ NG എന്ന് പറയുമ്പോൾ നാസോഗാസ്ട്രിക് അല്ലെ, നാസോഗാസ്ട്രിക് എന്നുള്ളത് ഒരു മീനിങ്ങിലാണ് പറയുന്നത്, നാസോഗാസ്ട്രിക്. പിന്നെ NICU ഇമ്പോർട്ടന്റ് ആണ്, ലേബർ റൂമിലൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ട് അല്ലെ, ലേബർ റൂമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ശിശുക്കളുടെ അല്ലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇതാണ് നിയോനാറ്റ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതൊന്ന് നോട്ട് ചെയ്തേരെ, NICU നിയോനാറ്റ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് നോക്കാം, NDDM എന്താണ്? NDDM നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, ആ ഒരു ഡയബറ്റീസ് ഇതിന്റെ എന്താണ് ഇൻസുലിൻ ഒക്കെ എടുക്കുന്ന പേഴ്സൺസ് ആണോ എന്ന്. NIDDM ഓക്കെ, NIDDM നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്, ഇതാണ് മെലിറ്റസ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. അതായത് അങ്ങനെ എന്താണ് ഇൻസുലിന്റെ ആശ്രിതമായ വ്യക്തിയാണോ എന്നൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അബ്രിവേഷൻ കൊടുത്ത് ഡോക്ടേഴ്സ് കുറിക്കുന്നത്. ഓക്കെ, NKA നോൺ അലർജിസിസ്, അതായത് അലർജി ഡിസീസസുകളൊന്നും ഇല്ല, അലർജിസിസ് ഒന്നും ഇല്ല, നോൺ അലർജിസിസ്, അതായത് അലർജികളൊന്നും ഇദ്ദേഹത്തിന് കുഴപ്പമില്ലാത്ത പേഴ്സൺ ആണ്. NKA എന്ന അബ്രിവേഷനിലാണ് കൊടുക്കുന്നത്. Then NDA ഇതെന്ന് പറയുന്നത് എന്താണ്? നോൺ ഡ്രഗ് അലർജീസ്, അതായത് എന്താണ് മരുന്നിന്റേതായ അലർജീസ് ഒന്നും ഇല്ല. NKDA. Then NPA എന്താണ്? NPA എന്ന് പറയുന്നത് നാസോഫാരിംഗൽ എയർവേ, അതായത് നമുക്കറിയാം ഓക്സിജനും വെന്റിലേഷനൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരു ട്യൂബാണ് അത്. എന്താണ് വെന്റിലേഷൻ സൗകര്യമൊക്കെ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്താണ് ഇതിന്റെ അബ്രിവേഷൻ ആണ് NPA, നാസോഫാരിംഗൽ എയർവേ. നെക്സ്റ്റ് നോക്കാം, NPO എന്ന് പറയുന്നത് നിൽപെർ OS എന്താണ്? നിൽപെർ OS ആണ്, അതായത് വായുവിലൊന്നും ഇല്ല എന്നുള്ളതിന്റെ ആ ഒരു ഇതാണ്. നമുക്കറിയാം കിടപ്പുകീഴും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എന്തെങ്കിലൊക്കെ അല്ലെ അവർ ചെക്ക് ചെയ്യുമ്പോൾ നോട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. NPO എന്ന് പറഞ്ഞാൽ വായുവിലൊന്നും പ്രശ്നമില്ല അല്ലെ, നിൽപെർ OS എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then NS എന്ന് പറയുമ്പോൾ നോർമൽ സലൈൻ, അതായത് സാധാരണ അല്ലെ അതിന്റെ ഉപ്പുവെള്ളം, ആ ഒരു ഉദ്ദേശമാണ് പറയുന്നത്, നോർമൽ സലൈൻ NS, അതായത് സാധാരണ ഉപ്പുവെള്ളം ഉപയോഗിക്കാന്നൊക്കെ ഉള്ളതിൽ NS എന്നുള്ളതിലാണ് അബ്രിവേഷൻ പറയുന്നത്. Then NSR എന്നാണ്, NSR നോർമൽ സിനസ് റിതം, അതായത് നമ്മളുടെ അല്ലെ സാധാരണമായിട്ടുള്ള ഹൃദയമിടിപ്പ് സൂചിപ്പിക്കുന്നതാണ് NSR. കുഴപ്പമില്ല, നോർമൽ ആണ് അല്ലെ അവരുടെ ഋതം, ഹൃദയമിടിപ്പ് താളം നോർമൽ ആണെന്നതിന്റെ അബ്രിവേഷൻ ആണ് NSR, നോർമൽ സയൻസ് റിതം. ഓക്കെ, NTG ഇതാണ്. NTG എന്ന് പറയുന്നത് നൈട്രോഗ്ലിസറിൻ അല്ലെ, നൈട്രോഗ്ലിസറിൻ ആണ് NTG എന്ന് പറയുന്നത്. Then NORV എന്ന് പറയുമ്പോൾ എന്താണ്? നാഷ അല്ലെങ്കിൽ വോമിറ്റിംഗ്, ഒക്കാനം അല്ലെങ്കിൽ ഛർദി അല്ലെ. NORV ഇതൊന്ന് നോട്ട് ചെയ്തേരെ, ചിലപ്പോഴെങ്കിലും അല്ലെ ഈ പേഷ്യന്റ് നാഷ ആൻഡ് വോമിറ്റിംഗ് ആണെന്നുള്ളതിന്റെ അബ്രിവേഷൻ കാണിക്കുന്നതാണ് NORV. അതേമാതിരി തന്നെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ആണ് NVD, അതായത് ഈ പേഷ്യന്റ് അല്ലെ നാഷ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയറിയ, അതായത് അതാണ് ഒക്കാനമുണ്ട്, ഛർദിയുണ്ട്, ഡയറിയയും ഉണ്ട് അല്ലെ എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഈ അബ്രിവേഷൻ കൊടുക്കുന്നത്. NVD. ഓക്കെ, വീണ്ടും NVD വരുന്നുണ്ട്. അത് നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ ആണ്, അതായത് കഴുത്തിന്റെ ഞരമ്പിന്റെ ഒരു ഡിസ്റ്റൻസ് വരുമ്പോൾ നോട്ട് ചെയ്യുന്ന ഒരു അബ്രിവേഷൻ ആണ് NVD.
ഇത് എൻ ബാർ ബി ബാർ ഡി എന്ന് പറയുമ്പോഴാണ് ഈ ഒരു അല്ലെ ഓക്കാനം ഛർദി ഡയേറിയ എന്നുള്ള മീനിങ്ങിൽ വരുന്നത്. ഇങ്ങനെ ബാറൊന്നും കൊടുക്കാതെ ഒറ്റയടിക്ക് NBD ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ ആണ്. നമ്മുടെ കഴുത്തിന്റെ വെയിനുമായിട്ടുള്ള ഒരു അകൽച്ചയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലും ഞാൻ നമ്പർ നോട്ട് ചെയ്ത് പറയാം. 192 NA or N bar A അവിടെ നോട്ട് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ നമ്മൾ കുറെ NB എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പോയിന്റ്സും പറയണോ? അതായത് ഇവിടുത്തെ പോയിന്റ്സ് ആണോ മൊത്തത്തിലാണോ ഉദ്ദേശിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ആയിരിക്കും അല്ലെ. NA or N bar A എന്ന് പറയുമ്പോൾ നോട്ട് ആപ്ലിക്കബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്പർ മതി. എന്താണ് നെക്സ്റ്റ് നോക്കാം. 193. ഓക്കെ, 193 എന്ന് പറയുമ്പോൾ NaCl സോഡിയം ക്ലോറൈഡ്. 193 NaCl സോഡിയം ക്ലോറൈഡ്. 196 NC. 196 NC nasal cannula. Then next നോക്കാം 197 NG. അതും കൂടി അതിനൊപ്പം തന്നെ നോട്ട് ചെയ്തേരെ. നാസോഗാസ്ട്രിക്. Then എന്താണ് 196 NC. സോറി, അത് ഞാൻ പറഞ്ഞു. 196 197. Then 198 ഉണ്ട്. 198 NICU, Neonatal Intensive Care Unit, ശിശുക്കളുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, ദെൻ പിന്നെ താഴേക്കാണ് വരുന്നത് 207 NORB, അതായത് വോമിറ്റിങ്ങും അല്ലെ നോക്കാനും ഒക്കെ പറയുന്നതാണ് NBARB. നെക്സ്റ്റ് 210 ആണ് ഓക്സിജൻ. ഞാൻ അവിടെ വരെ പറഞ്ഞില്ലല്ലേ. ഓക്സിജനും ഒബ്സ്റ്റെറിക്സും ആണ്. അതായത് O2 എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. നെക്സ്റ്റ് എന്താ OB എന്ന് പറയുന്നത് ഒബ്സ്റ്റെറിക്സ് എന്ന് വെച്ചാൽ പ്രസവ അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ഒബ്സ്റ്റെറിക് യൂണിറ്റ് എന്ന് പറയുന്നത്. 208 ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് NORB ആണ് കണ്ടിട്ടുള്ളൂ. പക്ഷെ എങ്കിലും നിങ്ങൾ ഇതും കൂടി പഠിച്ചോ. ഞാൻ ഈ പ്രാവശ്യം ഞാൻ അല്ലെ അതൊരു ഡിയും കൂടി കൂട്ടി ചോദിച്ചാലോ. അപ്പൊ എന്താണ് ഓക്കാനോ ഛർദി ഡയേറിയയും കൂടി കൂടിയ ഒരു അബ്രിവേഷൻ ആണ് NBARD. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. 192 then 193 196 197 198 then 207 then 210. അതാണ് ഉള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു NBD 208 കൂടി ഒന്ന് നോട്ട് ചെയ്തേ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. മീനിങ് ആണോ? നോർമൽ സലൈൻ, അതായത് സാധാരണ രീതിയിലുള്ള ഉമിനീർ, അതാണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ ആണ് അല്ലെ, വേറെ പ്രശ്നമൊന്നുമില്ലാത്ത ഇതാണ് നമ്മുടെ ഇതാണ്. അതായത് ഉപ്പിന്റെ ഒരു രാശിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഉപ്പുവെള്ളം, നോർമൽ സലൈൻ എന്നുള്ളത് ഉപ്പുവെള്ളം എന്നുള്ള ഉദ്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ NS വാട്ടർ എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ അതിന്റെ ജസ്റ്റ് ഷോർട്ട് ഫോം ആയിട്ട് NS എന്ന് പറയാം. അവിടെ നെക്സ്റ്റ് നോക്കാം OBS അല്ലെ. OBS എന്ന് പറയുമ്പോൾ ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം ആണ്. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം ആണ് OBS എന്ന് പറയുന്നത്.
അതായത് നമുക്കറിയാം അല്ലെ, സാധാരണ രീതിയിലുള്ള ബ്രെയിനിന്റെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അല്ലെ, ചെറിയ രീതിയിലെങ്കിലും ബ്രെയിൻ തകരാറുകൾ ഉണ്ടെങ്കിൽ അതിന് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന്റെ അബ്രിവേഷൻ ആണ് OBS. ദെൻ OD എന്ന് പറയുമ്പോൾ ഓവർഡോസ്, എന്താണ്, വൈറ്റ് ഐ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയാമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. അത് അങ്ങനെ പല മീനിങ്ങുകളുണ്ട് OD എന്നുള്ള ഒരു ചെറിയ അബ്രിവേഷൻ. ഓവർഡോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമിത അളവ് അല്ലെ. വൈറ്റ് ഐ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ വലത് കണ്ണിന് അല്ലെ, അങ്ങനെയുള്ള ഒരു ഇതില്. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സാന്ദ്രതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്, ഒപ്റ്റിക്കൽ സാന്ദ്രതയാണ്. ഔട്ട്സൈഡ് ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, പുറം അല്ലെ, പുറം വ്യാസം എന്നുള്ള ഒരു മീനിങ്ങിനൊക്കെ OD തന്നെയാണ് അബ്രിവേഷൻ വരുന്നത്. ദെൻ ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി, അതായത് നമ്മുടെ ഐയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റില് ഒപ്റ്റോമെട്രിക്കും എന്താണ് OD തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അടുത്തതിലേക്ക് പോകാം. OP നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് അല്ലെ. OP എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്തേരെ. OP ഔട്ട് പേഷ്യന്റ്. then OPA എന്താണ്, OPA എന്ന് പറയുന്നത് ഓറോഫ്രങ്കിയൽ എയർവേ. അത് നേരത്തെ പറഞ്ഞ മാതിരി ഒരു എയർവേ ഡിവൈസ് ആണ്. അതായത് അല്ലെ, നമ്മുടെ സാധാരണ രീതിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, ശ്വാസത്തിന്റെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലൊക്കെയാണ് ഈ ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ OR ഓപ്പറേറ്റിംഗ് റൂം, അതും ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേറ്റിംഗ് റൂം OR, OP പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് OR, ഓപ്പറേറ്റിംഗ് റൂം. ദെൻ OS ലെഫ്റ്റ് ഐ, OS എന്ന് പറയുന്നത് ലെഫ്റ്റ് ഐ ആണ് OS എന്ന് പറയുന്നത്. Then OU both eyes. Okay, OS എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഐ ആണ് സൂചിപ്പിക്കുന്നത്. OU എന്ന് പറയുന്നത് ബോത്ത് ഐസിനെ ആണ് സൂചിപ്പിക്കുന്നത്. Then OZ എന്ന് പറയുന്നത് ഔൺസ് അല്ലെ, മെഡിസിനുമായി ബന്ധപ്പെട്ട ഔൺസ് അല്ലെ, അത് ആ ഒരു രീതിയിലാണ് OZ വരുന്നത്. എന്താണ് P ഒരു സ്ലാഷ് വരുന്നുണ്ട്, ആഫ്റ്റർ. ആഫ്റ്ററിനെ സൂചിപ്പിക്കുന്നതാണ് P/. then PC എന്ന് പറയുന്നത് ആഫ്റ്റർ മീൽസ്, ഭക്ഷണത്തിന് ശേഷം. നമ്മൾ മെഡിസിൻ ഒക്കെ കുറിക്കുമ്പോൾ ആഫ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ടാണെങ്കിൽ P, അതിന് മാത്രമേ തന്നെ. PC എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ PC, മെഡിസിൻ ഒക്കെ കുറിക്കുമ്പോഴാണ്. then PCO2 എന്താണ്, PCO2 എന്ന് പറയുന്നത് പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭാഗികമർദ്ദം അല്ലെ, അതിന്റെയും കൂടി നമുക്കറിയാം കൃത്യമായ ഓക്സിജന്റെയും അല്ലെ നമ്മൾ എടുക്കേണ്ട കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനൊക്കെ കറക്ഷൻ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മർദ്ദത്തിനെ സൂചിപ്പിക്കുന്നതാണ് PCO2 എന്നത്, പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. then PDR എന്ന് പറയുന്നത് ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ്. PDR എന്ന് പറയുന്നത് ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസിനെ കുറിക്കുന്നതാണ് PDR റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഫിസിഷ്യൻസിന്റെ ഡെസ്ക് റെഫറൻസ് ആണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് നോട്ട് ചെയ്യേണ്ടതാണ് PE എന്താണ്, പൾമിനറി എംബോളിസം അല്ലെങ്കിൽ എന്താണ് വീണ്ടും പറയുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് ശാരീരിക പരിശോധന. ആ ഒരു രീതിയിലാണ് PE എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. PE പൾമിനറി എംബോളിസം അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, PE. നെക്സ്റ്റ് നോക്കാം PEA എന്താണ്, PEA പൾസ് ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. അതായത് പൾസ് കുറവാകുമ്പോൾ വൈദ്യുത പ്രവർത്തനം അല്ലെ, പൾസ് കുറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വൈദ്യുതിയുടെയും കൂടി എന്തെങ്കിലും കാര്യങ്ങൾ ലഘിപ്പിക്കേണ്ടതൊക്കെ നമുക്കറിയാം. അങ്ങനത്തെ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിക്കേണ്ടതാണ് PEA, പൾസ് ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. നെക്സ്റ്റ് നോക്കാം PEARL pebbles equal and reactive to light. എന്താണ് PEARL pebbles equal and reactive to light. അതായത് അത് വിദ്യാർത്ഥികൾക്കുള്ള ഒരു കാര്യമാണ്. വിദ്യാർത്ഥികൾ പ്രകാശത്തിന് തുല്യവും പ്രതിപ്രവർത്തനപരവുമാണ് എന്ന് സൂചിപ്പിക്കുന്ന, അതായത് അവിടെ ഇപ്പൊ മെഡിസിൻ ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ PEARL എന്നുള്ള ഒരു രീതിയിലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ആണ്. പീപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. then PED ബ്രാക്കറ്റിൽ S കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്.
ഒന്നും കൂടി ഇതാണോ PEARL ആണോ ഉദ്ദേശിച്ചത്? പീപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. അതായത് അവിടെ പറയുന്നത് വിദ്യാർത്ഥികൾ പ്രകാശത്തിന് തുല്യവും പ്രതിപ്രവർത്തനപരവുമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അവരുടെ സെറമണികളൊക്കെ ഉണ്ടാവുമ്പോൾ അവരെ ലൈറ്റ് ഇങ്ങനെ കൊടുക്കുന്നത് കാണാറുണ്ട് അല്ലെ. അത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിദ്യാർത്ഥികൾ പ്രകാശത്തിന് തുല്യവും പ്രതിപ്രവർത്തനപരവുമാണെന്ന് സൂചിപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ്. അതിനൊരു എന്താണ് അവയുടെ അബ്രിവേഷൻ പറഞ്ഞേക്കുന്നതാണ് PEARL. നമുക്ക് നെക്സ്റ്റ് നോട്ട് ചെയ്യേണ്ടതാണ് PD. ബ്രാക്കറ്റിൽ S. അതാരെ സൂചിപ്പിക്കുന്നതാണ്? പീഡിയാട്രിക്സിന്. പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ ശിശുരോഗ വിദഗ്ധൻ അല്ലെ. പീഡിയാട്രിക്സിനെ സൂചിപ്പിക്കുന്നതാണ് PED എന്നാണ് ബ്രാക്കറ്റിന് S. പീഡിയാട്രിക്സ് നമുക്കറിയാം. ചിലപ്പോൾ ഡോക്ടേഴ്സ് നിങ്ങൾ പീഡിയാട്രിക്സിനെ കാണിക്കാൻ പറയും അല്ലെ. അപ്പൊ അവര് ജസ്റ്റ് കുടിക്കേണ്ട ഇത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പീഡിയാട്രിക്സ്. അത് നോട്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നോക്കാം. PEEP. PEEP എന്താണ്? പോസിറ്റീവ് ആൻഡ് എസ്പിറേറ്ററി പ്രഷർ. പോസിറ്റീവ് എൻഡ് എസ്പിറേറ്ററി പ്രഷർ. ഇതാണ് പോസിറ്റീവ് എൻഡ് എസ്പിറേറ്ററി പ്രഷർ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ വെന്റിലേറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ അല്ലെ ഒരു ഇതാണ്. എന്താണ് നമ്മൾ പറഞ്ഞ ഏത്? PEEP. ഓക്കെ, PEEP എന്ന് പറയുന്നത് പോസിറ്റീവ് എൻഡ് എസ്പിറേറ്ററി പ്രഷർ. PERL ഇതും ഇങ്ങനെ പീപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. നേരത്തെ പറഞ്ഞ ഒരു വേർഡ് മീനിങ്ങിന്റെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും എന്താണ്? PERL. വീണ്ടും ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. PERRL. പീപ്പിൾസ് ഈക്വൽ ഗ്രൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. അതായത് മാത്രം തന്നെ അല്ലെ വിദ്യാർത്ഥികള് തുല്യ വൃത്താകൃതിയിലുള്ളതും പ്രകാശത്തിനോട് പ്രതികരിക്കുന്നതുമാണ്. ജസ്റ്റ് ഒരു മീനിങ് ഒക്കെയാണ്. അതായത് നഴ്സിംഗ് സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചിട്ടായിരിക്കും. എനിവേ എന്താണ് പീപ്പിൾ ഈക്വൽ ടു അവിടെയുള്ള വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അബ്രിവേഷൻ ആണ് PERRL. പീപ്പിൾ ഈക്വൽ ഗ്രൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. എന്താണ് PH? PH എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആണ്. ഹൈഡ്രജൻ അയണിന്റെ സാന്ദ്രത എത്രത്തോളം വേണം അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കണ്ടന്റ് എന്തോരം വേണം എന്നുള്ളതാണ് PH സൂചിപ്പിക്കുന്നത്. PPID. PPID എന്ന് പറയുന്നത് പെലിവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. പെലിവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന സംബന്ധമായിട്ടുള്ള ഡിസീസുകൾ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അണുബാധകൾ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് PPID അല്ലെ അതില് വരുന്നത്. അങ്ങനെ നമുക്ക് ഡോക്ടേഴ്സ് അതൊക്കെ പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും അണുബാധയൊക്കെ നോട്ട് ചെയ്യുകയാണെങ്കിൽ PPID എന്നുള്ള ഒരു ഇതിലായിരിക്കും അവർ കാര്യങ്ങളൊക്കെ കുറിക്കുന്നത്. PND എന്താണ്? PND എന്ന് പറയുന്നത് പാരോക്സിമൽ നോക്ടേൺ ഡൈസ്പിനിയ അല്ലെ, ഡിസ്പിനിയ. പാരോക്സിമൽ നോക്ടേൺ ഡിസ്പിനിയ. അതായത് അതൊരു അസുഖം എന്ന് പറയുന്നത് ഉറക്കത്തില് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് PND. ഡോക്ടർ അങ്ങനെ ഏട്ടലുണ്ടാകും അല്ലെ, ഉറക്കത്തില് എന്തെങ്കിലും ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ PND എന്നുള്ള ചെറിയൊരു റെപ്രസെന്റിലായിരിക്കും അവര് കാര്യങ്ങൾ കുറിക്കുക. അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം? അതിന്റെ ആ ഒരു അബ്രിവേഷൻ എന്ന് പറയുന്നത് PND ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? പാരോക്സിമൽ നോക്ടേൺ ഡിസ്പീനിയ എന്നാണ് അതിന്റെ ആ ഒരു വേർഡിന്റെ അബ്രിവേഷനിലെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നോക്കാം. ഇതിൽ അധികം നമുക്ക് നോട്ട് ചെയ്യാനായിട്ടൊന്നും കണ്ടിട്ടില്ല. സാധാരണയായിട്ട് ആ 227 അല്ലെ ആ ഒരു പീഡിയാട്രിക്സിന്റെ കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ജസ്റ്റ് എന്താണ് പൊതുവെ PE പൾമണറി എംബോളിസം അതുണ്ട്. ഓപ്പറേറ്റിംഗ് റൂം, ഔട്ട് പേഷ്യന്റ് അത്രയാണ് കണ്ടേക്കുന്നത്. അതായത് 214, 214, then 216, then 224, 224, then 227, 227. Okay.
ജസ്റ്റ് വായിച്ചു നോക്കാം. ഒന്നുകൂടി പറയാം. Two 214 216 224 227. അപ്പൊ ഇന്ന് ഞാനിപ്പോ 4 പേജ് വരെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതുകളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം. കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെ പഠിച്ചു പോകാനുള്ള സമയം നമുക്കുണ്ട്. എന്തായാലും ജസ്റ്റ് ആ അബ്രിവേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പൊ എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, കുറച്ച് നോട്ട് ചെയ്യാനുള്ളൂ അല്ലേ? ഒന്നുകൂടി പറയാമോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറുകളാണോ? ആണോ? ഓക്കെ. 147 then 152 then 153 154 161 162 then 164. Next page 173 174 175 179 184 187 188. The next page 192 193 196 then 197 198 207 and I make it 208. കണ്ടിട്ടില്ല എങ്കിലും 208 then 210 then 214 214 214 216 216 224 227. Okay. Okay. എക്സാമിന്റെ ഡേറ്റ് നിങ്ങൾക്ക് അടുത്ത് വരാൻ സാധ്യതയുണ്ട്. ക്ലാസ് കഴിഞ്ഞ സ്ഥിതിക്ക് Q11 ഇല്ലേ എന്ന് ചോദിക്കാം. ഒബ്സ്റ്ററിക്സ്. ഓക്കെ, ഒബ്സ്റ്ററിക്സ് നോട്ട് ചെയ്തേരെ ഞാനത്. ഓക്കെ, അപ്പൊ ഇവിടെ 212 നോട്ട് ചെയ്തിട്ടില്ലേ? 212 ചെയ്തിട്ടുണ്ടോ? 212 ഇല്ല അല്ലെ? അതൊന്ന് നോട്ട് ചെയ്തേരേണ്ട. 212 ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. ഒബ്സ്റ്ററിക്സ് എന്നുള്ളത് ഞാനത് നമുക്കറിയാവുന്നത് കൊണ്ട് ഞാനത് അങ്ങനെ പഠിപ്പിച്ചു വിതമിക്കപ്പോഴും മറ്റേതെങ്കിലും അബ്രിവേഷൻസ് കാണാറുണ്ട്. അതെ, ഒബ്സ്റ്ററിക്സ് എന്നുള്ളത് എന്തായാലും നിങ്ങൾ പഠിച്ചു പോകട്ടെ, നമുക്ക് കാണാം ഒബ്സ്റ്ററിക്സ് എന്നുള്ളത്. പക്ഷെ ഈ ഒരു ടെർമിനോളജിയുടെ ഇതിൽ നിന്ന് അതേ കാണാറില്ല. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെ നമുക്ക് കാണാറുണ്ട്. ഒബ്സ്റ്ററിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അപ്പൊ OB അത് നോട്ട് ചെയ്തേരെ. അതേസമയം OBS മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്തേരെ കേട്ടോ. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. ഞാനിട്ടതായത് കൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് പറഞ്ഞില്ല ഏത് ഒബ്സ്റ്ററിക്സ് എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, എന്താണ് 212 അത് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. OBS.
ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് മിസ് വരുമ്പോൾ അത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കും കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നെക്സ്റ്റ് മിസ് എടുക്കാൻ വരുന്നത്. എന്തായാലും അതെ അതെ, 1, 2 ഈ രണ്ടിന്റെയും എക്സാമുകൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സ്റ്റഡി ലീവ് തന്നിട്ട് നിങ്ങൾക്ക് നടത്തും. അതിനുശേഷമായിരിക്കും 3ഉം 4ഉം കൊണ്ടുപോയി തുടങ്ങാം. എന്തായാലും എക്സാം ഡേറ്റ് ഒക്കെ നിങ്ങളെ അറിയിക്കും. അപ്പോ മിക്കപ്പോഴും ഞാൻ മിക്ക ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ നോട്ട് ചെയ്തോ എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലെ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കി തുടങ്ങിക്കോ എന്തായാലും. ഇനി സമയം അധികം കളയണ്ട. കാരണം എന്തായാലും ക്ലാസ് എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും ഒരാഴ്ചത്തെ സ്റ്റഡി ലീവ്, മിക്കവാറും ഇന്നും കൂടി ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവില്ല. എക്സാമിന് സ്റ്റഡി ലീവ് വേണ്ടേ കുറച്ച് ദിവസമെങ്കിലും. അപ്പൊ ഒരാഴ്ചത്തെ സ്റ്റഡി ലീവ് തന്നിട്ട് നിങ്ങൾക്ക് എക്സാം നടത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, വായിച്ചു തുടങ്ങിയോ? ഓക്കെ, എന്തായാലും വായിക്കാം. ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Thank you, ma'am. 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 Thank you. Thank you, ma'am.